ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സർവീസ് ഉടൻ തുടങ്ങാൻ ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്ക് ട്രയൽ സ്പെക്ട്രത്തിനായി ഉടൻ അപേക്ഷ നൽകും. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉടൻ തന്നെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് എന്നാണോ? തീർച്ചയായും സ്റ്റാർലിങ്കിന് പുറകെ തന്നെ ആമസോണും ഈ തരത്തിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സർവീസ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവരും അതിന്റെ നടപടികൾ തുടങ്ങാൻ പോവുകയാണ്. ആ സമയമാണ് സ്റ്റാർലിങ്ക് അവരുടെ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്പെക്ട്രം, അത് പരിശീലന അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക സ്പെക്ട്രം ലഭിക്കാനുള്ള അപേക്ഷ അവർ നൽകും. അത് പെട്ടെന്ന് തന്നെ 20 ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് ലഭിക്കും എന്നതാണ്. ആ തരത്തിൽ ഇന്ത്യയിൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സർവീസ് ആദ്യഘട്ടത്തിൽ തുടങ്ങുകയും പിന്നീട് അത് പൂർണ്ണ അർത്ഥത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ നീക്കം. ഇന്ത്യയിൽ സ്റ്റാർലിങ്കിന്റെ ഉപകരണങ്ങൾ വിൽക്കാനുള്ള കരാറുകളിൽ റിലയൻസ് ജിയോയും ഒപ്പം എയർടെലും നേരത്തെ തന്നെ കരാർ ഒപ്പിട്ടതാണ്. അവരുടെ റീറ്റെയിൽ സെന്ററുകൾ വഴിയാകും, കടകളിൽ വഴിയാകും ഇതിന്റെ ഉപകരണങ്ങളുടെ വിൽപ്പനകൾ നടക്കുക. റൗട്ടർ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ആ തരത്തിൽ വിൽപ്പനകൾ നടക്കുകയും ചെയ്യും. പിന്നീട് വിദൂര മേഖലകളിലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഈ ഉപഗ്രഹ സർവീസ് ഉപകാരപ്പെടുക. നമുക്കറിയാം, ഇന്റർനെറ്റ് സർവീസ് സാധാരണഗതിയിൽ ടെറസ്ട്രിയൽ, അതായത് ടവറുകളിലൂടെയും മറ്റും ലഭിക്കുന്ന ഇന്റർനെറ്റ് സേവനം വിദൂര സ്ഥലങ്ങളിൽ, മലമേഖലകളിലും ഉൾനാടൻ ഗ്രാമങ്ങളിലും ഒന്നും തന്നെ കാര്യമായി ഇല്ലാത്ത ഇടങ്ങളിൽ നമ്മുടെ രാജ്യത്തുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഉപഗ്രഹ ഇന്റർനെറ്റ് സർവീസ് ഉപകാരപ്പെടുത്തുക.